അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ സമസ്ത ഇതാ വെൽഫെയർ പാർട്ടി പ്രതികരണത്തോടുകൂടി UDF-നെതിരാവാൻ പോകുന്നു എന്ന ഒരു ആംബിയൻസ് ഭയങ്കരമായി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്ന് ഇപ്പം മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്നത് CPM-ന്റെ ഒരു നാവാണ്. അദ്ദേഹം സമസ്തയുടെ നിലപാടുകളെക്കാൾ CPM-ന്റെ നിലപാടുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ബൈറ്റുകൾ എടുക്കുക, എന്നിട്ട് സമസ്തയുടെ നിലപാട് എന്ന് പറയുക എന്നുള്ളത് മാതൃഭൂമിയും പ്രത്യേകിച്ചും കോഴിക്കോടുള്ള മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടർ അതിന് നിരന്തരമായി ശ്രമിക്കാറുണ്ടായിരുന്നു. ന്യൂസ് 18 സ്ഥിരമായി അത്തരം വാർത്തകൾ മുക്കം ഉമർ ഫൈസി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും. അത് CPM-ന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടാണ് എന്ന് വരുത്തി തീർക്കും. ഈ ഇലക്ഷൻ കാലത്ത് ഇപ്പൊ കുറെ ആയിട്ട് മാധ്യമങ്ങൾ അത് ഏകദേശം നിർത്തി തുടങ്ങി. അപ്പൊ ഈ ഇലക്ഷൻ കാലത്ത് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-നാണ് എന്ന് പറഞ്ഞ ഉടനെ മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം എടുത്ത് സമസ്ത വെൽഫെയർ പാർട്ടി പിന്തുണക്കെതിരെ സമസ്ത എന്ന് വാർത്ത കൊടുത്തു റിപ്പോർട്ടർ TV. അതിന്റെ ടാഗ് ലൈൻ അങ്ങനെയായിരുന്നു. ജേർണലിസ്റ്റ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല, പക്ഷെ TV-യിൽ അതിന് ടൈറ്റിൽ കൊടുത്തതൊക്കെ അങ്ങനെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തവണയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ഈ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നതിനെ ഒരു അവസരമാക്കിയെടുത്തുള്ള ഒരു മുസ്ലിം വിരുദ്ധമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയും മുസ്ലിം സമൂഹത്തിൽ ഒരു ഛിദ്രതയുണ്ടാക്കി വോട്ട് ഭിന്നിപ്പിക്കുകയും ചെയ്യുക എന്ന CPM-ന്റെ അജണ്ടയെ സഹായിക്കുന്ന മാധ്യമങ്ങളുടെയും CPM-ന്റെ അജണ്ടയെയും പരാജയപ്പെടുത്തിയത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വളരെ ക്ലാരിറ്റിയുള്ള ഒരു നിലപാടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ വെൽഫെയർ പാർട്ടിയും UDF-ഉം തമ്മിൽ ധാരണയുണ്ട്, മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ധാരണയുണ്ട് എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നില്ല. മുജാഹിദ് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയും ബിദഈ സംഘടനകളാണ്. ഞാനിപ്പോ ബിദഅത്തും സുന്നത്തും എന്താണെന്ന് അരുൺകുമാറിനെ പഠിപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ബിദഈ സംഘടനകളാണ്. ആ വിമർശനമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ മുസ്ലിം ലീഗില് EK വിഭാഗത്തിൽ നിന്നുള്ള EK സംസ്ഥയിൽ നിന്നുള്ള ആളുകളും മുജാഹിദ് സംഘടനയിൽ നിന്നുള്ള ആളുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള വിമർശനം, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ്, അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മുജാഹിദ് സംഘടനകളോടുള്ളതിന് സമാനമാണ്. ഇവരെല്ലാം തന്നെ ഒരുമിച്ച് മുസ്ലിം കോർഡിനേഷൻ സമിതിയിൽ ഒരു സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. സ്ഥിരമായി യോഗങ്ങൾ ചേരുന്നുണ്ട്, പൊതുവായ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. മുജാഹിദ് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയും EK സംസ്ഥയും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലെ എല്ലാ സമുദായ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ യോഗങ്ങൾ ഈ UDF-ഉമായി സഹകരിക്കുന്നതോടുകൂടി എന്തോ പ്രശ്നം ഉണ്ടാകുന്ന ഇവർ നേരത്തെ സഹകരിക്കുന്നുണ്ട്. KNM-ഉം ജമാഅത്തെ ഇസ്ലാമിയും EK സംസ്ഥയും ഒക്കെ നേരത്തെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ സഹകരിക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വസ്തുതകൾ മാധ്യമങ്ങൾ ഒരിക്കലും മനുഷ്യരോട് പറയുന്നില്ല. ഈ ശ്രമമാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ വളരെ സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റുകളിലൂടെ തകർത്ത് കളഞ്ഞു. പക്ഷെ മാധ്യമങ്ങൾ, റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ ഇതുവരെ ആ നിലക്കുള്ള ഒരു വിഷയം, ഇന്ന് പോലും അരുൺകുമാർ ഈ ചർച്ച നടത്തുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേര് പോലും പറഞ്ഞില്ല. മുക്കം ഉമർ ഫൈസിയുടെ ഒരു വിഭാഗമുണ്ട്, മറ്റൊരു വിഭാഗമുണ്ട്, സംസ്ഥയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് മാത്രമേ LDF-ന് കിട്ടൂ എന്നൊക്കെ പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്തയിലെ ഈ ഷജറ എന്നൊക്കെ പറയുന്ന മുക്കം ഉമർ ഫൈസിക്ക് ഞങ്ങളുടെ നാട്ടിലെ ലീഗുകാരൊക്കെ പറയില്ല ഇവിടെ മൊത്തം 3 വോട്ട് ഉണ്ടാവുന്നതാണ്. ഈ പഞ്ചായത്തിൽ, എന്റെ നാട്ടിലെ മൊത്തം പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു 3 വോട്ട് ഉണ്ടാവും. പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഹംസയെ മത്സരിപ്പിച്ചുകൊണ്ടുള്ള ആ പരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, EK സംസ്ഥയിൽ CPM-ന് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ടാവാം. മുസ്ലിം ലീഗിനെ മഹാഭൂരിപക്ഷം അവർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്. അവരൊരിക്കലും ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുകയില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ വോട്ട് വാങ്ങി എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ UDF-ന് ഇനി വോട്ട് ചെയ്യേണ്ടതില്ല എന്ന സമീപനം സ്വീകരിക്കാൻ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു സംഘടനയല്ല സംസ്ഥ. അങ്ങനെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറുമല്ല അതിന്റെ ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറുമല്ല സംവിധാനത്തിലുള്ളത്. ഇത് തങ്ങളുടെ ഇടപാടല്ല.
ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോടുള്ളത് ആശയപരമായ അഭിപ്രായ വ്യത്യാസമാണ്. നേരത്തെ തങ്ങളിത് കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞിരുന്നു. മുജാഹിദുകളോടും ജമാഅത്തെ ഇസ്ലാമിയോടും ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അവ ബിദ്ഈ പ്രസ്ഥാനങ്ങളാണ് എന്ന ആശയ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പൊ പിന്നെ മുജാഹിദ് സംഘടനകളോടൊപ്പം പ്രവർത്തിക്കാൻ ഇല്ലാത്ത പ്രശ്നം ഈ വെൽഫെയർ പാർട്ടിയോടൊപ്പം UDF പ്രവർത്തിക്കുന്നതിൽ EK സമസ്തക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ ഈ വസ്തുത ഇതായിരിക്കെ അത് മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് ഈ അരുൺകുമാറിനെ പോലുള്ള ആളുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മുസ്ലിം സമൂഹത്തിനിടയിൽ ഇപ്പം KNMന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്. സാധാരണ റിപ്പോർട്ടർ TV അവരുടെ ഇന്റർവ്യൂകളിലൊക്കെ ഫുൾ ടെക്സ്റ്റ് കൊടുക്കും, ഫുൾ ഇന്റർവ്യൂ കാണിക്കും, ചോദ്യം ഉണ്ടാവും ഉത്തരവും ഉണ്ടാവും. പക്ഷെ KNMന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറയുന്നു. പക്ഷെ UDFുമായുള്ള വെൽഫെയർ പാർട്ടിയുടെ സഹകരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതായി ഒരു വരി പോലും അതിനകത്ത് കാണാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ ബോധപൂർവം CPMന് വേണ്ടി ഒരു ഓവർ ടൈം പണിയെടുക്കുന്ന പരിപാടിയാണ് റിപ്പോർട്ടർ TV എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല മാധ്യമങ്ങളും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് CPMന്റെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ. അരുൺകുമാർ ഇത്രയും വസ്തുനിഷ്ഠമല്ലാത്ത വിശകലനങ്ങൾ വളരെ ആധികാരികമായി പറഞ്ഞ് ഈ ഒരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും നെക്ക് ടു നെക്ക് മത്സരമുണ്ട് എന്ന് വരുത്താനും ഈ അർത്ഥത്തിലുള്ള ക്യാമ്പയിനുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രസക്തനല്ലായിരുന്ന അൻവറിനെ പോലും അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പോലും വലിയ ഒരു അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തും ഒക്കെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി ഈ ശ്രമം റിപ്പോർട്ടർ TV നടത്തിയതാണ്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും റിപ്പോർട്ടർ TV ഈ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഈ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചാരണങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാനുള്ള, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വളരെ ബേസിക് ആയതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുജാഹിദീൻ എന്നാണ് KNMനെ, മുജാഹിദ് സംഘടനയെ മുജാഹിദീൻ എന്ന് വിളിക്കുന്ന ഈ ചങ്ങാതി അരുൺകുമാർ വെൽഫെയർ പാർട്ടിയും UDFും തമ്മിൽ ധാരണ ഉള്ളതുകൊണ്ട് മുജാഹിദ് സംഘടനകളിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് UDFിൽ നിന്ന് CPMലേക്ക് പോകും, EK സമസ്തയിൽ നിന്ന് വോട്ട് പോകും എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. വളരെ ലോക്കലായിട്ടുള്ള AP സമസ്തയിലെ നേതാക്കന്മാർക്ക് വരെ വലിയ ഹൈപ്പർ വിസിബിലിറ്റി കൊടുത്ത് അവരുടെ പ്രതികരണങ്ങൾ എടുത്തിട്ട് ഇതില് വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എന്ന് വരുത്തി തീർക്കുക. എന്നാൽ ജിഫ്രി തങ്ങളെ പോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ നിലപാടിന് ആ വാർത്ത കൊടുത്തു. ആ നിലക്കുള്ള ഒരു വിശകലന പ്രാധാന്യവും കൊടുക്കാതിരിക്കുക. ഇത് വളരെ ബോധപൂർവം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണത്തിന്റെ ഭാഗമാണ്. ഈ അരുൺകുമാറിന്റെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും ഈ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ ഇടയിലായിരുന്നതുകൊണ്ട് ഉള്ള ഒരു മാനസികമായ സംഘർഷത്തിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് റിപ്പോർട്ടർ TV നടത്തുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശകലനം കാണുന്ന എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടർ TVക്ക് അവിടെ വോട്ടില്ലല്ലോ, പൈസ ഉണ്ടാവും, ഈ തരത്തിലുള്ള പല ക്യാമ്പയിനുകൾ നടത്താൻ കഴിയും. പക്ഷെ വോട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുപോലെ അരുൺകുമാറിന്റെ നുണപ്രചാരണങ്ങളും റിപ്പോർട്ടർ TVയുടെ നുണപ്രചാരണങ്ങളും, ഞാൻ അതിന്റെ ജേർണലിസ്റ്റുകൾ ഒരു നിലക്കും വില കുറച്ച് കാണുന്നില്ല, വളരെ മാന്യമായി തന്നെയാണ് അവർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ വിശകലന വിശാരദന്മാരുടെ നിലപാടുകളൊക്കെ പരാജയപ്പെടുന്ന ഒരു നല്ല ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് തോന്നിയാസവും പറയാം, സാമാന്യ ധാരണകൾ പോലും ഇല്ലാതെ മുസ്ലിം സംഘടനകളെ കുറിച്ച് എന്ത് വിശകലനവും നടത്തിക്കളയാം എന്ന ഈ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വളരെ വംശീയവും മുസ്ലിം വിരുദ്ധവുമായ മാനസികാവസ്ഥയുള്ളത് കൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകൾ ഇവർക്ക് നടത്താൻ കഴിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ആ നിലക്ക് ഗൗരവമായി തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അരുൺകുമാർ മുസ്ലിം സംഘടനകളെ കുറിച്ചുള്ള ഇത്തരം കളവുകൾ പ്രചരിപ്പിക്കുന്നത്, മുസ്ലിം സംഘടനകളെ കുറിച്ച് സാമാന്യ ധാരണയില്ലാത്ത കളവുകൾ, അടുത്ത ദിവസമെങ്കിലും മുജാഹിദ് സംഘടനകളെ കുറിച്ച് വിശകലനം നടത്തുമ്പോൾ അവരെ മുജാഹിദുകൾ എന്നെങ്കിലും വിളിക്കണം. ഓരോ സംഘടനയും അവരെന്ത് വിളിക്കുന്നോ അതാണല്ലോ അവരെ വിളിക്കേണ്ടത്. സ്വന്തമായി അരുൺകുമാർ മുസ്ലിം സംഘടനകൾക്ക് പേരിടേണ്ടതില്ല. ഇപ്പോ വെൽഫെയർ പാർട്ടി എന്നുള്ള ഒരു സംഘടന, ഇപ്പം BJP
ഒരു നിലപാട് പറഞ്ഞാൽ ആർ എസ് എസിന്റെ നിലപാടെന്നല്ലോ നമ്മൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം ആർ എസ് എസും BJPയും തമ്മിൽ ഉള്ള ബന്ധം എന്താണ്. വെൽഫെയർ പാർട്ടിയുടെ നിലപാട് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് എന്ന് പറയാനാണല്ലോ മാധ്യമങ്ങൾ. പക്ഷെ മലയാള മാധ്യമങ്ങൾ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്ന വെൽഫെയർ പാർട്ടി എന്ന് പോലുമല്ല. BJPക്ക് കൊടുക്കുന്ന ഈ സൗജന്യം, ഈ പരിഗണന, ഈ എന്തുകൊണ്ട് മുസ്ലിം മുൻകൈയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കാതിരിക്കുന്നു? ഇങ്ങനെ തുടങ്ങി വളരെ മൈന്യൂട്ടായ പരിശോധനകൾ നടത്തിയാൽ പോലും നമുക്ക് വളരെ കൃത്യമായും കേരളത്തിലെ മാധ്യമങ്ങൾ സാമാന്യമായുള്ള ഒരു മര്യാദ പോലും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടി വിശകലന വിധേയമാക്കപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എത്തരത്തിലാണ് ഒരു മുസ്ലിം വിരുദ്ധത CPM നടത്തുന്ന ഈ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ, പച്ചക്കള്ളങ്ങൾ. ഇപ്പോൾ പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാഷ് നടത്താൻ ശ്രമിച്ച ഒരു പച്ചക്കള്ളം ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അത് പക്ഷേ ഇവർ വിശകലന വിധേയമാക്കുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു മുസ്ലിം സംഘടനയെ ദേശദ്രോഹികളാക്കി, പാകിസ്ഥാൻവാദികളാക്കി, സംഘപരിവാറിനേക്കാൾ ഭീകരമായ ക്യാമ്പയിനുകൾ നടത്തുന്ന CPMനെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ കൂടി വിലയിരുത്തപ്പെടുന്ന, വിശകലന വിധേയമാക്കപ്പെടുന്ന, അവരുടെ മുസ്ലിം വിരുദ്ധമായ സമീപനങ്ങൾ കൂടി വിമർശിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലേത്. ആ തരത്തിലുള്ള ഒരു വിധി, തെരഞ്ഞെടുപ്പ് വിധി നിലമ്പൂരിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അരുൺകുമാറിനോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അടുത്ത തവണ പറയുമ്പോൾ മുജാഹിദ് സംഘടനകൾ എന്ന് പറയാൻ പഠിച്ചിട്ട് പറയണം. ഓക്കെ, താങ്ക് യു.